നമസ്കാരം. ധ്യാനം നമ്മളിപ്പോൾ 22ാമത്തെ ദിവസമായി. ധ്യാനത്തിനെ കുറിച്ച് ഒരുപാട് സംശയങ്ങൾ നിൽക്കുന്നുണ്ട് എന്നുള്ളത് ഞാനിപ്പോൾ ധ്യാനം പരിശീലനം സ്റ്റാർട്ട് ചെയ്തപ്പോൾ മനസ്സിലായി. സ്ഥിരമായിട്ട് പ്രാക്ടീസ് ചെയ്യുന്ന ആളുകളുണ്ട്, അതുപോലെ ധ്യാനത്തിനെ കുറിച്ച് നന്നായി വായിച്ചറിഞ്ഞ ആളുകളുണ്ട്, ധ്യാനത്തിനെ കുറിച്ച് ചെയ്തിട്ട് അവരുടെ എക്സ്പീരിയൻസ് കേട്ടിട്ടുള്ള ആളുകളുണ്ട്, കുറേ പരീക്ഷിച്ചിട്ടുള്ള ആളുകളുണ്ട്. അപ്പോൾ ഈ വെറുതെ ഇരിക്കുന്നതാണോ ധ്യാനം? വെറുതെ ഇരിക്കുന്നത് ഒരു നിസ്സാര സംഭവം എന്നല്ല, ഒന്ന് പരീക്ഷിച്ച് നോക്കണം. കുറേ സമയം ഇരുന്നിട്ട് അടങ്ങി ഒതുങ്ങി നമ്മളൊരു ആസന സ്ഥിരത വരുത്തി, സ്ഥിരം സുഖം ആസനം എന്നാണല്ലോ, ഒരു ആസനത്തിൽ അടങ്ങി ഒതുങ്ങി ഇരുന്ന് നമ്മുടെ ഇന്ദ്രിയങ്ങളെയൊക്കെ നിയന്ത്രിച്ച് നമ്മുടെ ശ്രദ്ധ പൂർണ്ണമായും ശ്വസനത്തിൽ നിലനിർത്തി മെല്ലെ അതുകൂടി ഇല്ലാതെയാക്കിയിട്ട് ഒരു ചിന്തകളും ഇല്ലാത്തൊരവസ്ഥ, മനസ്സ് പരിപൂർണ്ണ ശൂന്യമാകുന്നൊരവസ്ഥ, തിരകളില്ലാത്ത കടൽ പോലെ ശാന്തമാകുന്നൊരവസ്ഥ, എല്ലാ ചിന്തകളെയും നമ്മുടെ നിയന്ത്രണത്തിലാക്കുവാൻ കഴിയുന്നൊരവസ്ഥ. എന്നുവെച്ചാൽ ആ ചിന്തകളെ പരിപൂർണമായും നമ്മുടെ നിയന്ത്രണത്തിലാക്കി ഇല്ലാതെയാക്കുന്നൊരവസ്ഥ. എളുപ്പമാണോ ഇതാണോ ഈസി? വെറുതെ ഇരിക്കുക, ഒരു ഭാഗത്ത് ഇങ്ങനെ ഇരുന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതാണോ ധ്യാനം? എളുപ്പമാണോ ഇത്? ഒന്ന് പരീക്ഷിച്ച് നോക്കൂ, അപ്പോൾ അറിയാം അതിൻ്റെ ബുദ്ധിമുട്ട്. ഭയങ്കര ബുദ്ധിമുട്ടുള്ളൊരു സംഭവമാണ്. സ്റ്റാർട്ടിങ്ങിലൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. പക്ഷേ ഇത് നമുക്ക് ഒരു മിനിറ്റ് പോലും എല്ലാ ചിന്തകളെയും നിയന്ത്രിച്ച് നമുക്കിരിക്കാൻ പറ്റുന്നില്ല എന്ന് പറയുന്നവർ ഡ്രോപ്പ് ചെയ്ത് പോരുത്, അത് വിട്ടുപോരുത്. നമ്മളേതായാലും ധ്യാനത്തിന് ഗുണമുണ്ട് എന്നുള്ളത് നമുക്ക് 100% ഉറപ്പാണ്. നമുക്കത് അനുഭവിക്കാൻ പറ്റിയിട്ടില്ല എന്നുള്ളതാണ് അതിൻ്റെ ഒരു കുറവുള്ളൂ. നമുക്കത് അനുഭവവേദ്യമായിട്ടില്ല. പക്ഷെ ഇതിന് തീർച്ചയായിട്ടും ഗുണമുണ്ട്, അത് 100% ഉറപ്പുള്ളൊരു കാര്യമാണ്. അപ്പോൾ നമ്മളെന്താ ചെയ്യുക? ട്രൈ ചെയ്യാം, ശ്രമിച്ചുകൊണ്ടേയിരിക്കുക. 41 ദിവസമാണ് ഇപ്പോൾ നമ്മൾ ചെയ്യുന്നത്. അത് ഒരേ സമയം ബ്രഹ്മമുഹൂർത്തത്തിൽ ഒരേ സമയം കണ്ടിന്യൂസ് ആയിട്ട് എത്ര ആൾക്കാർക്ക് ചെയ്യാൻ പറ്റുന്നുണ്ട്? അത് ശ്രമിക്കാതെ അതിന് വേണ്ടിയിട്ട് മെനക്കെടാതെ അതിൻ്റെ റിസൾട്ട് കിട്ടണമെന്ന് പറഞ്ഞാൽ എങ്ങനെ കിട്ടും? പുസ്തകത്തിൽ നോക്കിയിട്ട് ധ്യാനത്തിൻ്റെ റിസൾട്ട് വായിച്ചറിഞ്ഞതുകൊണ്ടൊന്നും ഒരു ഉപകാരമില്ല. അത് കരയിലിരുന്നിട്ട് നീന്തലിനെ കുറിച്ച് പറയണ പോലെ ഓൺലൈൻ വഴി നമുക്ക് നീന്തലൊക്കെ എങ്ങനെ പഠിക്കാൻ പറ്റുക? വണ്ടി ഓടിക്കാനൊക്കെ എങ്ങനെ ഓൺലൈനിൽ പഠിക്കാൻ പറ്റുക? കരയിലിരുന്നിട്ട് നീന്തുന്നതിനെ കുറിച്ച് പറയുന്നത് പോലെയാണ് ബുക്കുകൾ നോക്കിയിട്ട് ധ്യാനത്തിനെ കുറിച്ച് പറയുന്നത്. ഇത് അനുഭവമാണ്. ഓരോരുത്തർക്കും വ്യത്യസ്ത രീതിയിലാണ് അനുഭവം ഉണ്ടാവുക. ട്രൈ ചെയ്യുക, ശ്രമിച്ചുകൊണ്ടിരിക്കുക. അത് നമ്മൾ ഒരു ശൂന്യസ്ഥിതി ആകുന്നത് വരെ ഇരിക്കുക, അടങ്ങി ഒതുങ്ങിയിരിക്കുക. മനസ്സിനെ നിശ്ചലാക്കണം, അതിന് ശ്രമിച്ചുകൊണ്ടിരിക്കുക. കുട്ടികളൊക്കെ നടക്കാൻ പരിശീലിക്കുന്ന കണ്ടിട്ടില്ലേ? അല്ലെങ്കിൽ എഴുന്നേൽക്കാൻ പരിശീലിക്കുന്ന കണ്ടിട്ടില്ലേ? അവർക്ക് ഉറപ്പാണ്, അവരുടെ ഉള്ളിൽ ഉറപ്പാണ് എഴുന്നേറ്റ് നിൽക്കാൻ പറ്റുമെന്ന്. അതാണ് അവർ മുട്ടുകുത്തി നടക്കുന്ന സമയത്തൊക്കെ ശ്രമിക്കുന്നത് എഴുന്നേൽക്കാൻ വേണ്ടിയിട്ട്. വീഴുന്നു, വീണ്ടും ശ്രമിക്കുന്നു, വീണ്ടും എഴുന്നേൽക്കുന്നു, നിൽക്കുന്നത് വരെ ശ്രമിക്കുന്നുണ്ട്. അതേപോലെ നമ്മൾ ഈ ഒരു അവസ്ഥ സംജാതമാകുന്നത് വരെ ശ്രമിക്കണം. നമ്മളിൽ എത്രമാത്രം അസ്വസ്ഥതകൾ അടിഞ്ഞുകൂടി കിടക്കുന്നുണ്ട്, അത്രമാത്രം ബുദ്ധിമുട്ടായിരിക്കും ധ്യാനം ചെയ്യുന്ന സമയത്ത്. ഇരട്ടി ബുദ്ധിമുട്ടുണ്ടാവുക ഇത് പരിശീലിക്കുന്ന സമയത്ത്. കാരണം ഈ എഴുന്നേറ്റ് നിൽക്കാൻ ആ കുട്ടി പരിശ്രമിക്കുന്ന സമയത്ത് അത് ഈസി അല്ലല്ലോ. ഒരു സൈക്കിൾ ചവിട്ടാൻ പഠിക്കുന്ന സമയത്ത് അത് ഈസിയല്ല. പഠിച്ച് കഴിഞ്ഞാൽ ഈസി ആയിട്ട് ചവിട്ടി പോവാം. വണ്ടി ഓടിക്കാൻ പഠിക്കുക, അല്ലെങ്കിൽ നീന്താൻ പഠിക്കുക, ഒന്നും ഈസി അല്ലല്ലോ പഠിക്കുന്ന സമയത്ത്. അതേപോലെ നമ്മൾ നമ്മുടെ ചിന്തകളെ നിയന്ത്രിക്കുന്ന സമയത്ത് അത് ഈസിയല്ല. അടിഞ്ഞുകൂടി കിടക്കുന്നതെല്ലാം പുറത്തേക്ക് വരും. അപ്പോൾ ഇത് ധ്യാനം ചെയ്യാൻ തുടങ്ങിയതിന് ശേഷമാണ് പ്രശ്നങ്ങൾ കൂടിയത് എന്ന് പറയുന്നുണ്ട്. യഥാർത്ഥ സത്യമാണ്, പ്രശ്നം കൂടുക ചെയ്യാം.
കാരണം എത്രമാത്രം അഴുക്കുകളും മാലിന്യങ്ങളും അടിഞ്ഞുകൂടി നമ്മൾ ചിത്തത്തിൽ സ്റ്റോർ ചെയ്ത് കിടക്കുന്നുണ്ട്. ശുദ്ധീകരിക്കുന്ന സമയത്ത് അതൊക്കെ പുറത്തേക്ക് വന്ന് നമ്മളിൽ നിന്ന് അപ്രത്യക്ഷമാവണ്ടേ. പുറത്തേക്ക് വരുമ്പോൾ കൂടുതൽ അസ്വസ്ഥത ഉണ്ടാവും. ആ സമയത്ത് നമ്മൾ നല്ല ഭക്ഷണം, ഫ്രൂട്ട്സ് ആൻഡ് നട്ട്സൊക്കെ കഴിച്ച് ഇടയ്ക്കൊരു ഉപവാസമൊക്കെ എടുത്ത് വളരെ ശ്രദ്ധിച്ചുകൊണ്ട് വളരെ ജാഗ്രത അവസ്ഥയിലിരുന്നുകൊണ്ട് ഈ ദിവസങ്ങൾ തള്ളി നിൽക്കണം. അപ്പോഴാണ് അത് യഥാർത്ഥ റിസൾട്ട് കിട്ടുള്ളൂ. അല്ലാതെ 4 ദിവസം ധ്യാനിച്ച് 5-ാം ദിവസം ബോധോദയം വേണമെന്ന് പറഞ്ഞാൽ എങ്ങനെ നടക്കുക? ബോധോദയത്തിനെ കുറിച്ചൊക്കെയാണ് ചോദിക്കുന്നത്. എന്താ പറഞ്ഞു കൊടുക്കുക? നമുക്ക് തന്നെ അറിയില്ല ബോധോദയം എന്താണ്. അപ്പോൾ അതിനെക്കുറിച്ചൊക്കെ ചോദിച്ചാൽ എന്താ പറയുക? എന്തായാലും നമുക്ക് ഈ വിഷയം നമുക്ക് ചർച്ച ചെയ്യാം. ഇന്ന് വൈകിട്ടൊരു 7 മണി മുതൽ 8 മണി വരെ ഞാൻ ലൈവിലുണ്ടാവും. അപ്പോൾ ധ്യാനത്തിനെ കുറിച്ചുള്ള സംശയങ്ങളൊക്കെ ചോദിക്കാം. എനിക്കറിയാവുന്നത് ഞാൻ ഷെയർ ചെയ്യാം. എൻ്റെ അനുഭവങ്ങളാണ്, എൻ്റെ സാധന ചെയ്യുന്ന സമയത്തുണ്ടായിട്ടുള്ള അനുഭവങ്ങളാണ് ഷെയർ ചെയ്യുക. അപ്പോൾ അതിനെക്കുറിച്ച് അറിയേണ്ട ചോദ്യങ്ങളൊക്കെ കമൻറ്റ് ബോക്സിൽ ഇവിടെ ചോദിക്കാം. എനിക്ക് പേഴ്സണൽ എൻ്റെ വാട്സപ്പ് നമ്പർ ഞാൻ ഇതിൽ കൊടുക്കുന്നുണ്ട്, അതിലേക്ക് അയക്കാം. അപ്പോൾ നമുക്ക് കുറച്ച് നേരം ഡിസ്കസ് ചെയ്യാം. ഓക്കെ, വൈകിട്ട് 7 മണിക്ക് ലൈവിലൂടെ കാണാം. താങ്ക് യു.